AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ്. ഒരുപക്ഷെ ഒരു നല്ല ശതമാനം വ്യക്തികളും ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് ഏറെ കടന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. നമുക്കറിയാം, ഭൂമി ഒരു ഗോളമാണെന്നാണ് നാം എല്ലാവരും പഠിപ്പിക്കുന്നത്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലോബാണ്. പക്ഷേ എക്സാക്ട്ലി കൃത്യമായി പറഞ്ഞാൽ ഭൂമിയുടെ ഷേപ്പ്, ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഗോളമല്ല. അതിൻ്റെ ഇക്വിറ്റോറിയൽ റേഡിയസ് എന്ന് പറയും. അതായത് നമ്മൾ നീളത്തിൽ നോക്കും, ഒരു 23 കിലോമീറ്ററിൻ്റെ, ഈ വെർട്ടിക്കലായിട്ട് നോക്കുന്നതും നീളത്തിൽ നോക്കുന്നതും നമ്മൾ 23 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ഒരു മുട്ടയുടെ ആകൃതി എന്ന് വേണമെങ്കിൽ പറയാം. ഇക്വിറ്റോറിയൽ റേഡിയസ് കൂടുതലാണല്ലോ മുട്ടയ്ക്ക്, വെർട്ടിക്കൽ റേഡിയസ് കുറവായിരിക്കും. മുട്ടയുടെ ആകൃതി അല്ലെങ്കിൽ പിയർ ഷേപ്ഡ് ആണെന്നൊക്കെ പറയാം. അതാണ് ഭൂമിയുടെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഈ ഭൂമി എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിക്കൊരു പുറന്തോടുണ്ട്. മുട്ടയ്ക്ക് പുറന്തോടുള്ളത് മാതിരി ഭൂമിക്കൊരു പുറന്തോടുണ്ട്. ആ പുറന്തോടിൻ്റെ കട്ടി ഒരു ആവറേജ് മൊത്തത്തിലെടുത്താൽ 33 കിലോമീറ്ററാണ്. 33 കിലോമീറ്റർ മാത്രം കട്ടിയുള്ള ഒരു പുറന്തോടുണ്ട്. ആ പുറന്തോടിലാണ് നമുക്ക് പാറകളും മേൽമണ്ണും എല്ലാം ചേർന്ന ഒരു പ്രതലമാണ്. ഈ 33 കിലോമീറ്ററിന് ഉൾപ്രദേശത്തേക്ക് പോയാൽ ഭൂമിയിലെ ഒരുവിധം ദ്രവാവസ്ഥയിലേക്ക് പതുക്കെ മാറുന്ന ഒരു സ്വഭാവമാണ്. അതായത് നമുക്കറിയാം, ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴും ഒക്കെ ലാവ പുറത്തേക്ക് വരും. എന്ന് വെച്ചാൽ ദ്രവാവസ്ഥയിലാണ് കാര്യങ്ങൾ. 33 കിലോമീറ്ററിന് ശേഷം ഏതാണ്ട് 7000 കിലോമീറ്ററോളം ഭൂമിയുടെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ പല ലെയറുകളുണ്ട്. ആ ലെയറുകളിലൊക്കെ ഭയങ്കരമായ വ്യത്യസ്തമായ പദാർത്ഥങ്ങളാണ്. മാത്രമല്ല, സാന്ദ്രത നമുക്കറിയാം, ഡെൻസിറ്റി എന്ന് പറയുന്നത് പുറന്തോടിന് വെറും 3.3 മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഭൂമിയുടെ സെൻട്രൽ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ അത് 8000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താപനില ഉയരുന്നു. ഏറ്റവും ഉള്ളിൽ നമുക്കറിയാം മെറ്റാലിക് ആയിട്ടുള്ള ഒരു കോറ്. ആ കോറിൽ മെറ്റൽസ് ഉരുകി ഒലിച്ച് ഇരിക്കുന്ന സാന്ദ്രത 10 വരെ എത്തുന്ന പദാർത്ഥങ്ങളാണുള്ളത്. ഇതാണ് ഭൂമിയുടെ ഒരു ഘടന നമ്മൾ ഏകദേശം പറഞ്ഞാൽ. ഞാനിപ്പം ഇത് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഭൂഖണ്ഡങ്ങളൊക്കെ ഒഴുകി നടക്കുകയാണ്. അത് ഒഴുകി നടക്കുന്ന ഭൂഖണ്ഡങ്ങൾ എന്ന ടോപ്പിക്ക്, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഈ 33 കിലോമീറ്റർ മാത്രം കട്ടിയുള്ള പുറംതോട് സാന്ദ്രത കൂടിയ ദ്രവാവസ്ഥയിലുള്ള അല്ലെങ്കിൽ സെമി ദ്രവാവസ്ഥയിലുള്ള ഒരു പ്രതലത്തിൽ കൂടെ അതിങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലോബാണ്. നമ്മുടെ ഭൂമി റൗണ്ട് ഷേപ്പിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ അകന്നകന്ന് ഭൂഖണ്ഡങ്ങൾ പോകുമ്പോൾ വേറെ ഒരു വശത്ത് ഈ ഭൂഖണ്ഡങ്ങളൊക്കെ തമ്മിൽ അടുത്തു വരും. ഒരു പ്രദേശത്ത് അകന്നു പോവുകയാണെങ്കിൽ വേറൊരു പ്രദേശത്ത് അത് അടുത്തു വരും. അങ്ങനെ നമ്മൾ പഴയ ചരിത്രം പരിശോധിച്ചാൽ, മില്യൺസ് ഓഫ് വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ ഭൂഖണ്ഡങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി അവസാനം എല്ലാ ഭൂഖണ്ഡങ്ങളും കൂടെ അല്ലെങ്കിൽ തെക്കേ തെക്കേ ഗ്ലോബിൽ വരുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം കൂടെ ചേർന്നൊരു സൂപ്പർ കോണ്ടിനെൻറ്റ്, അതിന് ഗോണ്ട്വാന എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സൂപ്പർ കോണ്ടിനെൻറ്റ്, അതായത് ഇന്ത്യയും മെഡഗാസ്കറും അമേരിക്കയും ഓസ്ട്രേലിയയും എല്ലാം ഒരുമിച്ച് ഒറ്റ ഭൂഖണ്ഡത്തിൽ ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നു. പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ടൊക്കെ തോന്നും, ഇന്ന് അമേരിക്ക എത്ര അകലെയാണ് അത്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് കിടന്ന നിരവധിയായിട്ടുള്ള ശാസ്ത്ര പഠനങ്ങളും അതിൻ്റെ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആ ഡീറ്റെയിൽസിലേക്കൊന്നും ഒരുപാട് പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ നമുക്കത് ബോറടിക്കും. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കും, അത് ഒരുമിച്ച് വരും. നമ്മുടെ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വളരും തോറും പിളരും, പിളരും തോറും വളരും. അതുപോലെയാണിത്. ഈ കോണ്ടിനെൻറ്റ്സ് എല്ലാം സൂപ്പർ കോണ്ടിനെൻ്റ് ആകും. കുറേ കാലം കഴിയുമ്പോൾ ഇത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും ഇതുപോലെ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഭൂഖണ്ഡങ്ങൾ മാക്സിമം അകന്നു നിൽക്കുന്ന സമയമാണ്. ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് വേർപെട്ട ഭൂഖണ്ഡങ്ങളെല്ലാം ഇന്ന് പരമാവധി അകലത്തിലാണ്. ഇനിയും കാലം മുന്നോട്ട് പോകുമ്പോൾ, മില്യൺസ് ഓഫ് വർഷങ്ങൾ കഴിയുമ്പോൾ, ഈ മാക്സിമം അകന്നിരിക്കുന്ന ഭൂഖണ്ഡങ്ങൾ പതുക്കെ അടുത്തു വരും. വീണ്ടും അത് മൂവ് ചെയ്യുമ്പോൾ അടുത്ത് വരുമ്പോൾ ഒരുപക്ഷെ കമ്പാനിയൻസ്
ഡിഫറെൻ്റ് ആക്കി. അതിനകത്ത് ചെറിയ രാജ്യങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കമ്പാനിയൻസ് ഇവരെല്ലാവരും എക്സാക്ട്ലി അതുപോലെ വരണമെന്നില്ല. കാരണം ഇതൊരു ഗ്ലോബിൻ്റെ പുറത്ത് പോകാം. ഇത് ഞാൻ അധ്യാപകനായിരുന്ന കാലത്ത് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയും. നമ്മളൊരു സോപ്പ്, റൗണ്ട് ഷേപ്പിലുള്ളൊരു സോപ്പ് എടുക്കുക. ആ സോപ്പിൽ ജലം വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വഴുവഴുക്കലുണ്ടാവും. ആ വഴുവഴുക്കലിന് മുകളിൽ നമ്മൾ കൈ വെച്ചാൽ തീർച്ചയായിട്ടും ആ കൈ തെന്നി മാറിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് ഭൂഖണ്ഡങ്ങൾ തെന്നി തെന്നി മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒഴുകി നടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് പിന്നീട് സൂപ്പർ കോണ്ടിനെൻ്റ്. ഇത് ആദ്യകാലത്തൊക്കെ നമുക്ക് വടക്കൻ ഗ്ലോബിൽ, അതായത് വടക്കൻ പ്രദേശത്ത്, നമ്മുടെ ഗ്ലോബിൻ്റെ ഭൂമിയുടെ വടക്കൻ പ്രദേശത്തെ കോണ്ടിനെൻസ് എല്ലാം കൂടി ഒരുമിച്ച് കിടന്നു. അവിടെ അന്റാർട്ടിക്ക പോലെയുള്ള വളരെ തണുപ്പേറിയ പ്രദേശങ്ങളൊക്കെ അവിടെയായിരുന്നു. താഴെ സതേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങളെല്ലാം ഇതുപോലെ ഒഴുകി നടന്നിട്ട് ഒരുമിച്ച് പോകുന്നു. അതാണ് ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ ഭൂമിയുടെ നടുഭാഗത്താണ് ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് പറയുന്നത്, നടുഭാഗമാണ്. ആ നടുഭാഗത്തു നിന്ന് നമ്മൾ നോർത്തിലേക്ക് വടക്കോട്ട് പോകും തോറും തണുപ്പ് കൂടി വന്ന് അന്റാർട്ടിക്ക പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ എത്തും. അപ്പം ഭൂമിയുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗം ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. നമ്മുടെ ഇന്ത്യയൊക്കെ അതിൽ വരും. അതുകൊണ്ടാണ് നമുക്ക് സോളാർ എനർജിയൊക്കെ മാക്സിമം ടാപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഭൂമിയെക്കുറിച്ചുള്ള കുറേ ശാസ്ത്ര സത്യങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. അത് ലോകത്തിലെ കോടാനുകോടി ജനങ്ങൾക്ക് ആതിഥ്യമരുകയാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയെക്കുറിച്ച് നാം കുറച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നാം അധിവസിക്കുന്ന ഭൂമി എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം ഭൂഖണ്ഡങ്ങൾ ഒഴുകി നടക്കുന്നു. ആ ഭൂഖണ്ഡങ്ങളിലെ സാന്ദ്രതാ വ്യതിയാനം ഉള്ളത് കൊണ്ട് ഭൂമിക്ക് അടിയിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ, ഇപ്പം നമുക്കറിയാം, ഉദാഹരണത്തിന് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നമ്മളൊരു കിണർ കുഴിക്കുന്നു എന്ന് വിചാരിക്കുക. ആ കിണർ ഒരു 100 കിണർ ആഴത്തിലേക്ക് പോകും തോറും അവിടെ ചൂട് കൂടി വരും. നോർമൽ ടെമ്പറേച്ചർ അതുപോലെ മുകളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമുക്ക് മൂന്നാറും അല്ലെങ്കിൽ കാന്തല്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭൂമിക്ക് അടിയിലേക്ക് പോകുമ്പോൾ ചൂട് കൂടുകയും ഭൂമിക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഉള്ളൂ. അതാണ് നമ്മുടെ പൊതുവെ കാണുന്നത്. അപ്പം ഒരു വലിയ ആഴമുള്ള കിണർ നമ്മൾ കുഴിക്കുമ്പോൾ അവിടെ ഏറ്റവും അടിയിൽ നമുക്ക് ഒരുപക്ഷെ വായുവിൻ്റെ ഡെഫിഷ്യൻസി വരാം. അങ്ങനെയാണ് ആവശ്യമുള്ള വായു ലഭിക്കാതെ ചിലർ പെട്ടെന്ന് നമ്മൾ അവരെ രക്ഷപ്പെടുത്തേണ്ടി വരും. അതുപോലെ ടെമ്പറേച്ചർ കൂടും, കൂടുതൽ വിയർപ്പും ഒക്കെ ഉണ്ടാകും. അതാണ് ഭൂമിക്ക് അടിയിലേക്ക് പോകുമ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഒരു 33 കിലോമീറ്റർ കഴിയുമ്പോഴും സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ദ്രവാവസ്ഥയിലേക്ക് മാറുന്നു. ഇതാണ് ഭൂമിയുടെ ചരിത്രം. ഈ ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. കാരണം എന്താ, നമ്മുടെ ഭൂമി, നമ്മുടെ വീട് ഇന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് നാളെ ഇരിക്കുന്നത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. പക്ഷേ ഭൂഖണ്ഡം മൊത്തത്തിൽ ഒഴുകി നടക്കുമ്പോൾ ഇന്ന് നമ്മുടെ വീട് എവിടെയാണോ സ്ഥിതി ചെയ്തത് അതിൽ നിന്ന് 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ മാറിയായിരിക്കും 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഭൂമി, നമ്മുടെ അസറ്റ്, അതായത് നമ്മുടെ വീടുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭൂമിയെക്കുറിച്ചുള്ള അളവുകൾ പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും, അക്ഷാംശവും രേഖാംശവും കൂട്ടിയാണ് പറയുന്നത്. ഈ അക്ഷാംശവും രേഖാംശവും സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു വളരെ 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 പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഒഴുകി നടക്കുന്നത്. ഒരുപക്ഷെ 5-8 തലമുറകൾ കഴിയുമ്പം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ദൂരം വളരെ കുറവായിരിക്കും. അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ദൂരം കൂടിപ്പോകാം. അപ്പോൾ ഇങ്ങനെ ഈ കാലാകാലങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ട്. ജിയോളജിക്കൽ ടൈമിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ജിയോളജിക് ടൈം എന്ന് പറയുമ്പോൾ അതിനോ 1-2 വർഷത്തിനോ 8-10 വർഷത്തിനോ ഒന്നും യാതൊരു പ്രാധാന്യമില്ല. മില്യൺസ് ഓഫ് ഇയേഴ്സിലാണ്. ഭൂമിയുടെ പ്രായം എത്രയെന്ന് ചോദിച്ചാൽ ഭൗമശാസ്ത്രജ്ഞന്മാർ മറുപടി പറയും. അവർ പറയും 4500 മില്യൺ ഇയേഴ്സ്, അല്ലെങ്കിൽ +or-100 കൂടി ഇടും. അത് 4500 മില്യൺ ഇയേഴ്സ് ആകാം, അല്ലെ 5000 ആകാം, 5500 വരെ പോകാം. അത് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ഒരുവിധം മെത്തേഡും ഇന്നില്ല. പക്ഷേ പല മെത്തേഡുകളിൽ കൂടി ശാസ്ത്രജ്ഞന്മാർ എത്തിയിട്ടുള്ള ഒരു നിഗമനമാണ് 4500 മുതൽ 5000 മില്യൺ വർഷം വരെയാണ് ഭൂമിയുടെ പ്രായം, അല്ലെങ്കിൽ 4.5 ബില്യൺ ഇയേഴ്സ്, അല്ലെങ്കിൽ 5 ബില്യൺ ഇയേഴ്സ്. അപ്പം ജിയോളജിക് ടൈമിൽ നമുക്ക് ഈ പറയുന്ന ചെറിയ ഒരു പുരുഷായുസിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. പല പുരുഷായുസുകൾ ചേരുന്ന ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് ഭൗമശാസ്ത്രജ്ഞന്മാർ, ഈ ഭൂമിയുടെ പ്രതിഭാസങ്ങളെ പലപ്പോഴും വിലയിരുത്തുന്നത്.
അത് ഒരു പുതിയ അറിവൊന്നുമല്ല. ഇത് വർഷങ്ങളായിട്ട് കോടാനുകോടി വർഷങ്ങളായിട്ട് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഭൂമിയെക്കുറിച്ച് പറയുന്നത് ഭൂമി ഒരു സ്റ്റാറ്റിക് ബോഡിയാണ്, എന്നും ഒരുപോലെ ഇരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ഡൈനാമിക് ബോഡിയാണ്. എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണ് നമ്മുടെ ഭൂമി. അതുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങൾ ഒഴുകി നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വലിയ അഗ്നിപർവ്വതങ്ങളുണ്ടാകുന്നത്, ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഭൂമി വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അത് ഒരുപക്ഷെ നമ്മളുടെ സങ്കല്പങ്ങളുമായിട്ട് നമുക്ക് ഒരുപക്ഷെ ചേരാം. നമ്മൾ വിചാരിക്കുന്ന ഭൂമിയെല്ലാം ഇങ്ങനെ സ്റ്റാറ്റിക്കാണ്, പ്രത്യേകിച്ചൊന്നും. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുള്ളൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ അഗ്നിപർവ്വതം. അതും തെറ്റാണ്. കാരണം ഞാൻ പുറത്ത് ജോലി ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റി, അവിടെ ഒരുപാട് വൾക്കാനോസ് അഗ്നിപർവ്വതങ്ങൾ പഴയ കാലത്ത് പൊട്ടി നിരന്തരമായ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്നിപ്പം അഗ്നിപർവ്വതത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന ചാരവും അതും അങ്ങനെയുള്ള ഇന്ന് സൈലൻ്റാണ്. കാരണം ഈ ഭൂമിയുടെ പുറന്തോട് മൂവ് ചെയ്യുന്നതനുസരിച്ച് അഗ്നിപർവ്വത പ്രദേശങ്ങൾ ഭാവിയിൽ ഒരുപക്ഷെ പർവ്വത പ്രദേശങ്ങളല്ലാതായി മാറാം. അതുപോലെ അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം ഇല്ലാത്ത ചില പ്രദേശങ്ങൾ പുതുതായിട്ട് വരാം. അങ്ങനെ ഭൂമി ഒരു ഡൈനാമിക് ബോഡിയാണ്. അതിൽ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഭൂമിയിലാണ് നാം അധിവസിക്കുന്നത്. ഇതൊരു സത്യമാണ്, ശാസ്ത്ര സത്യമാണ്.